പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ദൈവത്തിൻ്റെ അനന്തമായ നന്മയിലും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ലഭിച്ചതിന് നന്ദി പറയുന്നു. മറ്റുള്ളവർക്കും അമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്വാസവും ശക്തിയും ലഭിക്കുന്നതിനും അമ്മയെ ബഹുമാനിക്കുന്നതിനും അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുവാനുമായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചതിനും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയുടെ മാതൃസാന്നിധ്യം എന്നെ നയിക്കുകയും എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്നേഹനിധിയായ മാതാവേ, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മയുടെ സഹായത്താൽ ഞാൻ തേടുന്ന കൃപകൾ കൈവരിക്കുമെന്ന് എനിക്കറിയാം. ഓ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവേ, അമ്മയുടെ നന്മയുടെയും മധ്യസ്ഥ ശക്തിയുടെയും മുൻപാകെ ഞാൻ അപേക്ഷയിലും സ്തുതിയിലും എൻ്റെ ശബ്ദമുയർത്തുന്നത് തുടരുന്നു. എല്ലാ കൃപകളുടെയും മാതാവായ പരിശുദ്ധ മാതാവേ, അമ്മയുടെ മക്കളെ ആർദ്രതയോടെയും അനുകമ്പയോടെയും കൂടി നോക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്ദേശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞാൻ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളും പരീക്ഷണങ്ങളും അതുപോലെ ഞാൻ നേടുവാൻ ആഗ്രഹിക്കുന്ന അസാധ്യമായ കൃപകളും അമ്മ അറിയുന്നുവല്ലോ. അമ്മയുടെ മധ്യസ്ഥതയാൽ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യാശയുടെ ദീപസ്തംഭവും പാപികളുടെ അഭയകേന്ദ്രവുമായ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവേ, ഞങ്ങളെ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ. മാനുഷിക പ്രലോഭനങ്ങൾക്കും ബലഹീനതകൾക്കും മുൻപിൽ പോലും വിശുദ്ധിയുടെ പാതയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അനുദിന പരിവർത്തനത്തിനും നവീകരണത്തിനും വേണ്ടി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കാവശ്യമായ കൃപകൾ നൽകണമേ. എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ മാതൃവസ്ത്രം കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കട്ടെ. ഓ പരിശുദ്ധ അമ്മേ, എല്ലാ മനുഷ്യരാശിയുടെയും മേൽ അമ്മയുടെ ശക്തമായ കരം നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും സഹായവും അനുകമ്പയും ഏറ്റവും ആവശ്യമുള്ളവരുടെ മേൽ പരിശുദ്ധ മാതാവേ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എൻ്റെ ആത്മീയ യാത്രയിൽ എന്നെ താങ്ങി നിർത്തണമേ. എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ജ്വാല നിലനിർത്തണമേ. എളിമയുടെയും ഔദാര്യത്തിൻ്റെയും ദൈവത്തോടുള്ള സമ്പൂർണ്ണ കീഴടങ്ങലിൻ്റെയും മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, നവോന്മേഷത്തോടെ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവേ, ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും ഇതാ ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മയുടെ മകനുമായുള്ള അമ്മയുടെ മധ്യസ്ഥത കേൾക്കുകയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം കൃപകളുടെയും അത്ഭുതങ്ങളുടെയും ഒഴിച്ചുകൂടാനാവാത്ത ഉറവിടമാണ്. വിനയത്തോടും വിശ്വാസത്തോടും കൂടി അമ്മ എൻ്റെ പ്രാർത്ഥന സ്നേഹത്തോടെ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ
അമ്മയുടെ കൃപ തുടർന്നും ചൊരിയുവാൻ, അമ്മയുടെ സഹായം ആവശ്യമുള്ളവർക്കെല്ലാം അനുഭവവേദ്യമാകുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യം നൽകണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, അവിടുന്ന് കരുണയുള്ള അമ്മയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കി നീട്ടണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റുകയും അമ്മയുടെ മകന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഓ പരിശുദ്ധ മാതാവേ, ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്കും അസാധ്യമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന എല്ലാവർക്കും അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. ദൈവത്തിൻ്റെ കരുണയിലുള്ള ഞങ്ങളുടെ പ്രത്യാശയെ ശക്തിപ്പെടുത്തണമേ. ഓ പ്രിയ അമ്മേ, വിശുദ്ധിയെ പിന്തുടരുവാനുള്ള ഞങ്ങളുടെ ചുവടുകളെ തുടർന്നും നയിക്കണമേ. അങ്ങേ പുത്രൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങേ പുത്രൻ സേവിക്കുന്നത് പോലെ സേവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദൈവമേ, അവിടുത്തെ ഗുണങ്ങളും പാഠങ്ങളും അനുകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയിൽ ഞങ്ങൾ കാണുന്ന വിനയത്തിൻ്റെയും ദൈവത്തോടുള്ള സമ്പൂർണ്ണ കീഴടങ്ങലിൻ്റെയും മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മാവിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണെങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്ന അസാധ്യമായ എല്ലാ കൃപകളും ഞാൻ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, ഈ കൃപകൾ ലഭിക്കുന്നതിനായി അമ്മയുടെ മകനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഓ സ്നേഹനിധിയായ അമ്മേ, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് പുണ്യത്തിൻ്റെ പാതയിൽ നയിക്കണമേ. അമ്മയുടെ മാതൃസാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അമ്മയായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ നിലവിലെ സാമ്പത്തിക സാഹചര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിസ്സഹായതയും വിഷമവും തോന്നുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ മഹത്തായ ശക്തിയിൽ ഞങ്ങളെ ശാന്തരാക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കരകയറ്റണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ പുത്രൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആന്തരിക സൗഖ്യത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. നല്ല ദൈവമേ, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കാതിരിക്കുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പിരിമുറുക്കപ്പെടേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. നല്ല ദൈവമേ, ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തിക അത്ഭുതം ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. എൻ്റെ കുടുംബത്തെ പോറ്റാൻ എനിക്ക് മതിയായ പണം ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാം. അമ്മയുടെ ദയയും ഔദാര്യവും കൊണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, എൻ്റെ എല്ലാ സാമ്പത്തിക കടങ്ങളും മറ്റാരോടും കടപ്പെടാതിരിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങേക്കൊരു സാമ്പത്തിക അത്ഭുതം സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. നല്ല ദൈവമേ, സാമ്പത്തിക ഉത്കണ്ഠ ഇല്ലാതാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കപ്പെടാൻ ഒരു കാരണവുമില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു സാമ്പത്തിക അത്ഭുതത്തിനായി ഞാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും നഷ്ടങ്ങൾ കുറയുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ പിന്തുണയും മാർഗനിർദ്ദേശവും ഉപയോഗിച്ച് വിഷാദത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും പുറത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തെ പോസിറ്റീവാക്കി മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ ഉടൻ ഒരത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവായ ദൈവമേ, എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഉത്കണ്ഠയുണ്ട്. എൻ്റെ അപേക്ഷ കേൾക്കുകയും ഞങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യണമേ. ഈ നിരാശജനകമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരുവാൻ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, എൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ പോലും എന്നെ സമാധാനിപ്പിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പക്കലുള്ള എന്തിനോടും നന്ദിയുള്ളവനായിരിക്കുവാനുള്ള വഴി അവിടുന്ന് എനിക്ക് കാണിച്ചു തരണമേ. പ്രത്യേകിച്ച് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ എനിക്കിപ്പോൾ എളിയ മാർഗത്തിലൂടെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും സമൃദ്ധിയിൽ സന്തോഷിക്കുവാനും കഴിയട്ടെ. പരിശുദ്ധാമ്മേ, അതിനുള്ള കരുത്ത് എനിക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ നിലവിലെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ പ്രതിസന്ധികൾക്കും നീതി ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഞാൻ ഈ അവസ്ഥയിലായത് എൻ്റെ ഏതെങ്കിലും തെറ്റുകൊണ്ടല്ലെന്ന് അങ്ങേക്കറിയാം. അന്യായമായ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കണമേ. ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് കരകയറുവാനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് എല്ലായ്പ്പോഴും നീതിമാനായിരുന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും നീതിയും കരുണയും സ്നേഹവും പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പരാധീനതയെ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഞങ്ങളിലുള്ള അസ്വസ്ഥതയെ ഇല്ലാതാക്കണമേ. എല്ലാറ്റിനുമുപരി അവിടുന്ന് ഞങ്ങളുടെ അരികിലാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അസാധ്യമായത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമായ എല്ലാ കൃപകൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിലവിലുള്ള എല്ലാ അവസ്ഥകളെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമേ. പരിശുദ്ധ മാതാവേ, എല്ലാ സുരക്ഷാ വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഭാരിച്ച ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു. എൻ്റെ പാപങ്ങളുടെ ഭാരം എന്നെ ഞെരുക്കുന്നു. എൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള അറിവ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. എല്ലാത്തരം ഭയവും പ്രലോഭനവും എന്നെ അലട്ടുന്നു. എന്നിട്ടും ഞാൻ ഈ ലോകത്തിലെ കാര്യങ്ങളുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിനു വേണ്ടി കാക്ഷിക്കുന്നതിന് പകരം ഞാൻ മറ്റ് കാര്യങ്ങളിൽ ആയിരിക്കുന്നു. നല്ല ദൈവമേ, എൻ്റെ ദുരിതത്തിൽ എന്നോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാമ്മേ, അമ്മയുടെ ദിവ്യപുത്രനുമായി അമ്മ സർവശക്തിയാണെന്ന് എനിക്കറിയാം. അമ്മയുടെ നിഷ്കളങ്കത ഹൃദയത്തിൻ്റെ ഒരപേക്ഷയെ നിരസിക്കുവാൻ അങ്ങേ പുത്രന് സാധിക്കില്ല. അവൻ്റെ സിംഹാസനത്തിന് മുൻപിൽ എൻ്റെ വക്താവായി നിന്നുകൊണ്ട് എനിക്ക് യഥാർത്ഥ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മാതാവേ, പ്രതീക്ഷയില്ലാത്തവരുടെ പ്രത്യാശയെ, അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്കുള്ള യഥാർത്ഥ ദുഃഖത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വിശുദ്ധ ഹൃദയത്തോടുള്ള തികഞ്ഞ ഭക്തിയും എനിക്ക് നൽകണമേ. നിന്റെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ. എല്ലാറ്റിനും ഉപരിയായി പരിശുദ്ധ മാതാവേ, അമ്മയുടെ ഏറ്റവും ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം പരിശുദ്ധമായ പ്രത്യാശയാൽ നിറയട്ടെ. അങ്ങനെ ജീവിതത്തിലെ ഇരുണ്ട മണിക്കൂറുകളിൽ ഞാനൊരിക്കലും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെടാതിരിക്കട്ടെ. അതിപരിശുദ്ധിയും കുറ്റമറ്റതുമായ കന്യകാമറിയമേ, എൻ്റെ അമ്മേ, എല്ലാ പാപികളിലും ഏറ്റവും ദയനീയമായ ഞാൻ, എൻ്റെ കർത്താവിൻ്റെ മാതാവേ, ഇന്ന് അമ്മയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. മഹത്തായ രാജ്ഞി, ഞാൻ അമ്മയെ ആരാധിക്കുന്നു.
എനിക്ക് വേണ്ടി അമ്മ നേടിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. എൻ്റെ ദയാലുവായ പരമാധികാരി, അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി നിന്നെ എനിക്ക് സേവിക്കാൻ ഞാൻ എന്നെ തന്നെ പ്രതിജ്ഞാബദ്ധമാക്കുന്നു. കരുണയുടെ മാതാവേ, അമ്മയുടെ ദാസനായി ദാസിയായി എന്നെ സ്വീകരിക്കുകയും അമ്മയുടെ സംരക്ഷണത്തിൽ സ്വീകരിക്കുകയും ചെയ്യണമേ. അമ്മ ദൈവത്തിൻ്റെ മേൽ വളരെ ശക്തിയായതിനാൽ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. മരണം വരെ എല്ലാ പ്രലോഭനങ്ങളെയും കീഴടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ അമ്മേ, ദൈവത്തോടുള്ള അമ്മയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിനുമുപരിയായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്വർഗത്തിൽ ഞങ്ങളെ സുരക്ഷിതരായി ചേർക്കണമേ. പരിശുദ്ധ മാതാവേ, രക്ഷയുടെയും പ്രത്യാശയുടെ അടയാളമായി അമ്മ ഞങ്ങളുടെ യാത്രയിൽ തുടർച്ചയായി പ്രകാശിപ്പിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു. കുരിശിൻ ചുവട്ടിൽ അമ്മ യേശുവിൻ്റെ വേദനയിൽ ഉറച്ച വിശ്വാസത്തോടെ പങ്കുചേർന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മ ഗലീലിയയിലെ കാനായിൽ ചെയ്തതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യണമേ. പരീക്ഷണത്തിൻ്റെ നിമിഷത്തിന് ശേഷം സന്തോഷവും സമാധാനവും വിരുന്നും തിരികെ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവിക സ്നേഹത്തിൻ്റെ മാതാവേ, പിതാവിൻ്റെ ഇഷ്ടത്തോട് അനുരൂപപ്പെടാനും യേശു പറയുന്നത് പോലെ ചെയ്യാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ സ്വയം ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ദുഃഖങ്ങൾ വഹിക്കുകയും ചെയ്തവൻ കുരിശിലൂടെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ അപേക്ഷകളെ നിന്ദിക്കരുതേ. ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടുത്തെ മഹത്വവും കൃപയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഏറ്റവും കൃപയുള്ള കന്യകാമറിയമേ, ഞങ്ങളെ ഓർക്കണമേ. അമ്മയുടെ സംരക്ഷണത്തിലേക്ക് ഓടിപ്പോയ ആരും ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചവർ ഒരിക്കലും അമ്മയുടെ മാധ്യസ്ഥം നിരസിക്കപ്പെട്ടിട്ടില്ല. സഹായമില്ലാതെ ആരെയും അമ്മ വിട്ടിട്ടില്ല. ഈ ആത്മാർത്ഥ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, കന്യകമാരുടെ കന്യകയെ, എൻ്റെ അമ്മേ, ഞാൻ അമ്മയിലേക്ക് വരുന്നു. എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. പാപിയും ദുഃഖിതയുമായ എന്നെ കരുണയോടെ നോക്കണമേ. അവതാരമായ വാക്കിൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷകൾ സ്വീകരിക്കണമേ. അമ്മയുടെ കാരുണ്യത്താൽ എന്നെ കേൾക്കുകയും എനിക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും നാഥനുമായ യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നസ്രായന യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഭക്തിപൂർവം ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ ഭാവനകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധാമ്മേ, ഞങ്ങളെല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.